إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകളിൽ സൂറത്തുൽ ഹജ്ജിൽ നമ്മോടായി പറഞ്ഞു, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മഹത്തായ കഅബ നിലകൊള്ളുന്ന പവിത്രമായ ഭൂമിയെ നാം നിശ്ചയിച്ചു കൊടുത്തു. കഅബ പടുത്തുയർത്തേണ്ടുന്ന സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, അല്ലാ തുശ്രിക് ബി ഷൈഅ. ഓ ഇബ്രാഹിം, നീ എന്നോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത്, തൗഹീദിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അല്ലാഹുവിനുള്ള ഇബാദത്തിൽ ഒരു ശക്തിയെയും ഒരു സൃഷ്ടിയെയും ഒരു വസ്തുവിനെയും പങ്കുചേർക്കരുത്. വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്. അങ്ങനെ ശിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദിനാൽ പരിശുദ്ധമാക്കുന്ന എൻ്റെ ഭവനം കഅബ എന്ന മഹാഗേഹം അത് തവാഫ് ചെയ്യുന്നവർക്കും റുകൂഇലും സുജൂദിലുമായി നിന്ന് നിസ്കരിക്കുന്നവർക്കും വേണ്ടി നീ ശുദ്ധീകരിക്കണം. തൗഹീദ് കൊണ്ട് കഅബയെ അലങ്കരിക്കണം. ശിർക്കിന്റെ മാലിന്യങ്ങളിൽ നിന്ന് കഅബാലയത്തെ ശുദ്ധീകരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർമ്മപ്പെടുത്തി. കഅബ പടുത്തുയർത്തുന്നതിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസ്. ജനങ്ങൾക്കിടയിൽ താങ്കൾ വിളിച്ചു പറയുക, വിളംബരം ചെയ്യുക. ബിൽ ഹജ്ജ്, ഹജ്ജിനു വേണ്ടിയുള്ള വിളംബരം ജനങ്ങൾക്കിടയിൽ താങ്കൾ അറിയിക്കുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതാ താങ്കളുടെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത് അല്ലാഹുവിന്റെ തൗഹീദ് സ്വീകരിച്ച് പുരുഷാരങ്ങൾ ദുർഘടമായ മലമ്പാതകളിലൂടെയും വിദൂര പ്രദേശങ്ങളിലൂടെയും മെലിഞ്ഞൊട്ടി ഒട്ടകപ്പുറത്തും മറ്റുമായി ആ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത്
പുരുഷാരങ്ങൾ, അസംഖ്യം ജനങ്ങൾ താങ്കളിലേക്ക് വരുന്നത്, ഹജ്ജിന്റെ വിളിക്കുത്തരം ചെയ്യുന്നത് താങ്കൾക്കു കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, സത്യത്തിൽ തൗഹീദ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അല്ലാഹുവിന്റെ കഅബാലയം, ഷിർക്കിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കപ്പെട്ട അല്ലാഹുവിന്റെ കഅബാലയം, ആ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വിളിയാളങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കാൻ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഉപദേശം, കൽപ്പന, ആ വിളിക്കുത്തരമാണ് ഇന്നും ജനലക്ഷങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും മഹത്തായ ഹറമിന്റെ ഭൂമികയിൽ ഹജ്ജിനുള്ള വിളിയാളങ്ങൾക്കുള്ള ഉത്തരമായി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന മന്ത്രധ്വനികളിലൂടെ അവർ പ്രഖ്യാപിക്കുന്നത് ഈ വിളികൾക്കുള്ള ഉത്തരമാണ്. സഹോദരങ്ങളെ, മഹത്തായ തൽബിയത്തിന്റെ മന്ത്രവാക്യങ്ങൾ, അതിലനേകം രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്നവർക്കും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർക്കും, ഒരു ഹജ്ജിന് വേണ്ടി മോഹിക്കുന്നവർക്കും, ലോകത്തിന്റെ നാനാദിക്കുകളിലുമുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും, ഈമാനുള്ളവർക്കും അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ മന്ത്രധ്വനികളാണ് ഹജ്ജിന്റെ തൽബിയത്ത്. അത് ഹജ്ജിന്റെ ഭംഗിയാണ്, അത് ഹജ്ജിന്റെ അലങ്കാരമാണ്, ഹജ്ജിന്റെ മഹത്തായ ചിഹ്നമാണ്, ഹജ്ജിന്റെ സൗന്ദര്യമാണ്, ഹജ്ജിന്റെ സമ്മോഹനമായ മുഹൂർത്തങ്ങളെ കോർത്തിണക്കുന്ന മനോഹരമായ തൗഹീദിന്റെ മന്ത്രവാക്യങ്ങളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി താങ്കൾ വിളിയാളങ്ങൾ പുറപ്പെടുവിക്കുക, വിളംബരം ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തിയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ജനപദങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കാൻ പറഞ്ഞ വിളിയാളങ്ങൾക്ക് ഉത്തരമാണ് തൽബിയത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ, നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. വീണ്ടും നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, ആ വിളി കേൾക്കുന്നവനും ആ വിളിക്കുത്തരം ചെയ്യാൻ അർഹതപ്പെട്ടവനും നീ മാത്രമാണ്. നീ മാത്രമാണ് ആകാശഭൂമികളെ പടച്ചവൻ, നീ മാത്രമാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ. അതുപോലെ നിന്റെ വിളികൾക്ക് ഉത്തരം ചെയ്യാൻ നീ മാത്രമാണ് അർഹതപ്പെട്ടവൻ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. സർവസ്തുതിയും സർവ അനുഗ്രഹങ്ങളും നിന്റേതാണ്, സ്തുതികൾക്ക് അർഹത നിനക്കു മാത്രമാണ്. സർവ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞവൻ നീ മാത്രമാണ്, മറ്റാർക്കും അതിൽ പങ്കില്ല. ലക വൽ മുൽക്, അതുകൊണ്ട് തന്നെ സർവാധികാരവും ആധിപത്യവും നിനക്കു മാത്രമാണ്. ലാ ശരീക ലക്, നിനക്കതിൽ യാതൊരു പങ്കുകാരുമില്ല എന്നതുപോലെ തന്നെ നിനക്കിതാ നിന്റെ വിളിയാളങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം ചെയ്ത് ഹജ്ജ് നിർവഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്, ഇബാദത്തുകൾ അർപ്പിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തൗഹീദിനിതാ ഞങ്ങൾ ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന തൽബിയത്തിന്റെ വാചകങ്ങൾ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ ഹജ്ജി അഫ്ളൽ, ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രംഗം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജിന്റെ മനോഹാരിത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്ജു വസ്സജ്ജു. അൽ അജ്ജു വസ്സജ്ജു. പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഹദീസ് വിശാരദന്മാർ ഈ വാചകങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അൽ അജ്ജു എന്ന് പറഞ്ഞാൽ റഫ്ഉ സൗതി ബിത്തൽബിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ വിളിയാളം പുറപ്പെടുവിച്ച ആ വിളികൾക്ക് ഉത്തരം ചെയ്ത് നമ്മൾ ഉറക്കെ ഉരുവിടുന്ന, ഹാജിമാർ ഉറക്കെ ഉരുവിടുന്ന തൽബിയത്തിന്റെ മന്ത്രധ്വനികളാണ്. തൽബിയത്ത് ഉച്ചത്തിൽ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കലാണ് അൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതേ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജിന്റെ രൂപമാണ്. വസ്സജ്, സജ്ജ് എന്ന് പറഞ്ഞാൽ ഹാജിമാർ അവരുടെ ഹജ്ജിന്റെ അവസാനത്തിൽ ബലികർമ്മം നിർവഹിക്കുന്ന ഹദിയാണ്, ദബ്ഹുൽ ഹദി വൽ അദാഹി. അതുകൊണ്ട് തൽബിയത്ത് കൊണ്ട് ആരംഭിക്കുന്ന,
തൽബിയത്തിന്റെ മന്ത്രധ്വനികളിൽ തൗഹീദിൽ ഊട്ടപ്പെട്ട് തൽബിയത്ത് കൊണ്ട് തൽബിയത്തിൽ നിന്ന് ഹജ്ജിന്റെ വിവിധ അർക്കാനുകളിലേക്ക്, വിവിധ പ്രവർത്തനങ്ങളിലേക്ക് മാറിപ്പോകുന്ന, അവസാനം ബലി കൊണ്ട് അവസാനിക്കുന്ന മഹത്തായ ഹജ്ജ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. അൽ-ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് താബിഈയായ അദ്ദേഹം പറഞ്ഞു, ശിആറുൽ ഹജ്ജ് അത്തൽബിയ, ഹജ്ജിലുടനീളം ചൂഴ്ന്നു നിൽക്കുന്ന ഹജ്ജിന്റെ ചിഹ്നമാണ് തൽബിയത്ത് എന്നത്. ഹജ്ജിന്റെ ചിഹ്നവും അലങ്കാരവുമാണ് തൽബിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഅനി ജിബ്രീൽ, ഒരിക്കൽ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. ഫഖാല യാ മുഹമ്മദ് മുർ അസ്ഹാബക ഫൽയർഫഉ അസ്വാതഹും ബിത്തൽബിയ, ഓ മുഹമ്മദ്, താങ്കളുടെ അനുയായികളോട്, താങ്കളുടെ അനുചരന്മാരോട്, സ്വഹാബത്തിനോട് ഹജ്ജ് ചെയ്യുമ്പോൾ തൽബിയത്ത് ഉറക്കെ ഉരുവിടാൻ, ഉറക്കെ തൽബിയത്തിന്റെ മന്ത്രങ്ങൾ പ്രഖ്യാപിക്കാൻ അവരോട് പറയുക നബിയെ. ഫഇന്നഹാ മിൻ ശആഇരിൽ ഹജ്ജ്, കാരണം അത് ഹജ്ജിന്റെ പ്രത്യക്ഷ ചിഹ്നങ്ങളിൽ ഏറ്റവും മഹത്തായതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി അറിയിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സീനത്തുൽ ഹജ്ജ് അത്തൽബിയ, ഹജ്ജിന്റെ ഭംഗി നിങ്ങൾക്ക് കാണണമോ അത് തൽബിയത്തിൽ ദർശിക്കാം. ഹജ്ജിന്റെ മനോഹാരിതയാണ് തൽബിയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൽബിയത്ത് ഇത്രമേൽ ശ്രേഷ്ഠമായ ഹജ്ജിന്റെ ഭംഗിയും അലങ്കാരവും ചിഹ്നവുമായി നിശ്ചയിക്കപ്പെട്ടതിന്റെ രഹസ്യം എന്താണ്, എന്താണ് അതിന്റെ ആത്മാവ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങൾ കേൾപ്പിക്കട്ടെ. ഈ തൽബിയത്തിന്റെ ഉച്ചത്തിലുള്ള ഉരുവിടൽ, ഹജ്ജിന്റെ വേളകളിൽ അത് നിറഞ്ഞു നിൽക്കൽ എന്നുള്ളത് അത് നബിയുടെയും സ്വഹാബത്തിന്റെയും അല്ല, മുൻഗാമികളായ അമ്പിയാക്കളുടെയും പാരമ്പര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടൊപ്പം യാത്ര ചെയ്യുകയാണ് മക്കയുടെയും മദീനയുടെയും ഇടയിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹിജാസിന്റെ ഭാഗമായ വാദി അസ്റഖ്, മക്കയുടെയും മദീനയുടെയും ഇടയിൽ 100 കിലോമീറ്റർ മക്കയിൽ നിന്ന് ദൂരെ ഹിജാസിന്റെ പ്രദേശത്ത്, മക്കയുടെ വടക്ക് കിഴക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 2 മലകൾക്കിടയിലുള്ള ഒരു താഴ്വരയാണ് വാദി അൽ അസ്റഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ ചോദിച്ചു, അയ്യു വാദിൻ ഹാദാ, ഇതേതു താഴ്വരയാണ്? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, ഇത് വാദി അൽ അസ്റഖ് ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാബിതൻ മിന സനിയതി വലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തൽബിയ. ഇതാ ഈ താഴ്വരയിൽ വെച്ച്, ഈ മലമ്പാതകൾക്കിടയിലൂടെ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്കുള്ള തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഈ 2 മലകൾക്കിടയിലുള്ള ഈ താഴ്വരയിൽ ഇതാ ഇവിടെ ഇറങ്ങി വരുന്നത് ഞാൻ നോക്കിക്കാണുന്നത് പോലെ എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹജ്ജിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ച സന്ദർഭം, ആ സ്ഥലത്തെത്തിയപ്പോൾ മൂസാ നബി ഹജ്ജിലേക്ക് വന്നത് അവിടെ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ്. ആരംഗൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു, മൂസാ നബിയുടെ ഹജ്ജിന്റെ വരവിനെ അവിടുന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചു. ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു വന്നത്. പിന്നീട് അവിടുന്ന് യാത്ര തുടർന്നു. അങ്ങനെ സനിയത്തു ഹർഷ എന്ന് പറയുന്ന മറ്റൊരു മലമ്പാതയുടെ അടുക്കൽ, താഴ്വരയുടെ അടുക്കൽ നബി എത്തി. നബി ചോദിച്ചു, അയ്യ സനിയത്തിൻ ഹാദി, ഇതേത് സനിയത്താണ്, ഇതേത് മലമ്പാതയാണ്? അവർ പറഞ്ഞു, സനിയത്തു ഹർഷ, ഇത് സനിയത്തു ഹർഷയാണ്. അത് അബവാഇന്റെയും റാബിഗിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ജുഹ്ഫക്കടുത്തുള്ള മദീനയുടെയും ഷാമിന്റെയും വഴികൾ സംഗമിക്കുന്ന, മക്കയിലേക്കുള്ള മദീനയുടെയും ഷാമിന്റെയും വഴികൾ സിറിയയിലേക്ക്, ഇന്നത്തെ സിറിയയിലേക്കുമുള്ള വഴികൾ സംഗമിക്കുന്ന ഒരു മലമ്പ്രദേശമാണ് സനിയത്തു ഹർഷ. അവിടെ എത്തിയപ്പോൾ നബി ചോദിച്ചു, ഇതേതാണ് സ്ഥലം? സ്വഹാബത്ത് സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ യൂനുസ് ഇബ്നു മത്ത അലൈഹി സലാം അലാ നാഖത്തിൻ ഹംറാ ജഅദ അലൈഹി ജുബ്ബത്തുൻ മിൻ സൂഫ് ഖിതാമു നാഖതിഹി ഖുൽബ വഹുവ യുലബ്ബി. ഇതാ ഈ പ്രദേശത്ത് വെച്ച് മഹാനായ യൂനുസ് ഇബ്നു മത്ത അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ചുവന്ന തടിച്ചു കൊഴുത്ത ബലിഷ്ഠമായ ഒരൊട്ടകപ്പുറത്തിന് മുകളിൽ അവിടുന്ന് ഹജ്ജിന് വരുന്നത് ഞാൻ നോക്കിക്കാണുന്നു. അദ്ദേഹം ഒരു ജുബ്ബ, കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഒരു ജുബ്ബ, ഒരു മേൽവസ്ത്രം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒട്ടകപ്പുറത്തിരിക്കുന്നു. ഖിതാമു നാഖതിഹി ഖുൽബ,
അദ്ദേഹം സഞ്ചരിച്ച ആ ചുവന്ന ഒട്ടകത്തിന്റെ മൂക്കുകയറ് ഈത്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയതാണ്. വഹുവ യുലബ്ബി, അദ്ദേഹം ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലുന്നു. നോക്കൂ നിങ്ങൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൽബിയത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ മറ്റൊരു ചില റിപ്പോർട്ടുകളിൽ കാണാം, മൂസാ നബി തന്റെ ഇരു ചെവികൾക്കും മീതെ വിരലുകൾ വെച്ചിട്ടുണ്ട് ഉച്ചത്തിൽ ചൊല്ലാൻ വേണ്ടി. ഇങ്ങനെയാണ് ഉച്ചത്തിൽ അദ്ദേഹം തൽബിയത്ത് ചൊല്ലിയിരുന്നത്. ഉച്ചത്തിൽ ഹജ്ജിന്റെ രംഗങ്ങളിൽ, മശാഇറുകളിൽ തൽബിയത്ത് നിർവഹിക്കുക എന്നത് ഹജ്ജിന്റെ ഭംഗിയാണ്, അമ്പിയാക്കളുടെ പാരമ്പര്യമാണ്. ഇത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാവുന്ന മഹത്തായ ഹദീസാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഹജ്ജിൽ നമുക്ക് ഇത് കാണാം. നമ്മൾ ഇന്ന് ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിലും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവിടെ ഹജ്ജ് നടക്കുന്ന ആ നിമിഷാർദ്ധങ്ങളിൽ നേർക്കുനേരെ ലൈവായി വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്കത് ദർശിക്കാൻ സാധിക്കും. ഹജ്ജിന്റെ തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ കേൾക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ആത്മാവും ജീവനും രഹസ്യവും എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അത് കേവലം കേൾവി സുഖത്തിനപ്പുറത്ത്, കേവലം പ്രഖ്യാപന മന്ത്രങ്ങൾക്കപ്പുറത്ത് എന്താണ് അതിന്റെ ജീവനെന്ന് നാം തിരിച്ചറിയാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഖുതുബയിൽ ഈ വിഷയം തെരഞ്ഞെടുത്തത്. സഹോദരങ്ങളെ, തൽബിയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ഏതൊരു മുസ്ലിമാകട്ടെ, ഹജ്ജ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയാകട്ടെ, തൽബിയത്ത് ചൊല്ലുന്നത്, അവൻ തൽബിയത്ത് ചൊല്ലുമ്പോൾ അവന്റെ ഇടതും വലതുമുള്ള മിൻ ഹജറിൻ ഔ ഷജറിൻ ഔ മദരിൻ, ഒരു കല്ലാകട്ടെ, ഒരു വൃക്ഷമാകട്ടെ, മൺകൂനകളാകട്ടെ, മൺതരികളാകട്ടെ, ഹത്താ തൻഖതി അൽ അർദു മിൻ ഹാഹുന വഹാഹുന, അവന്റെ വലതുഭാഗത്തു നിന്നും അവന്റെ ഇടതുഭാഗത്തു നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ആ തൽബിയത്ത് ചൊല്ലുന്ന മനുഷ്യന്റെ വശങ്ങളിലേക്ക് ഭൂമി എവിടെ അവസാനിക്കുമോ അത്രത്തോളം ഇടങ്ങളിൽ, പ്രദേശങ്ങളിലുള്ള കള്ളും കല്ലും അതുപോലെ തന്നെ മരവും മണ്ണുമെല്ലാം ഒപ്പം തൽബിയത്ത് ചൊല്ലുമെന്നാണ്. യാ സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതമാണത്! തൽബിയത്ത് ചൊല്ലുന്ന ഹാജിയുടെ വലതും ഇടതും കിഴക്കും പടിഞ്ഞാറുമുള്ള ഭൂമി അവസാനിക്കുന്ന സർവ്വഭൂപ്രദേശങ്ങളിലുമുള്ള കല്ലും മരവും മൺതരികളുമെല്ലാം ഒപ്പം തൽബിയത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതം! അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവന്റെ തൗഹീദിനെ വാഴ്ത്താത്ത ഒരു മൺതരി, ഒരു വൃക്ഷം, ഒരു കല്ല് പോലും ബാക്കിയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന്റെ, വലുപ്പത്തിന്റെ, തൗഹീദിന്റെ മന്ത്രങ്ങൾ തൽബിയത്തിലൂടെ സാക്ഷ്യം വഹിക്കപ്പെടുകയാണ്. ഹജ്ജിന്റെ മഹത്തായ ഭംഗിയും രഹസ്യവും അതാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കവേ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തൽബിയത്തിന്റെ ആശയവും അതിന്റെ അർത്ഥവും നാം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ചില പറഞ്ഞു, തൽബിയത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അന്ന ഹഖീഖത തൽബിയത്തി ഇസ്തിജാബത്തുൻ ലില്ലാഹ്, ഒന്നാമതായി അല്ലാഹുവിന്റെ വിളിയാളങ്ങൾക്കുള്ള ഉത്തരം ചെയ്യലാണ്. വഇദ്ആനുൽ ലിഅംരി, അല്ലാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കലാണ്. വംതിസാലുൻ ലിശറഇ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങലാണ്. വഖുദൂഉൻ ലിഹുക്മി, അല്ലാഹുവിന്റെ വിധിക്ക് വിനയാന്വിതമാകലാണ്. വദുഖൂലുൻ ഫി ത്വാഅതി, അല്ലാഹുവിന്റെ അനുസരണത്തിൽ സമ്പൂർണ്ണമായി നീ പ്രവേശിക്കലാണ്. ഇതാണ് തൽബിയത്തിന്റെ രഹസ്യമെന്ന് പറഞ്ഞാൽ. കേവലം അല്ലാഹുവിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിനപ്പുറത്ത് അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങലും, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ ശിരസാവഹിക്കലും, അല്ലാഹുവിന്റെ വിധിക്ക് താഴ്മ കൈക്കൊള്ളലും, അതിന് വിധേയത്വം കാണിക്കലും, അല്ലാഹുവിന്റെ അനുസരണയിൽ സദാ ദീനിൽ പൂർണ്ണമായി പ്രവേശിക്കലുമാണ്. ഇതാണ് തൽബിയത്ത്. ആ തൽബിയത്തിന്റെ സാക്ഷാത്കാരമാണ് ഹജ്ജിലെ ഓരോ രംഗങ്ങളിലും ഹാജിമാർ നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗങ്ങളിൽ സാക്ഷിയാകാനും പൂർണ്ണമായ ഹജ്ജ് നിർവഹിക്കാനും ഹജ്ജ് ചെയ്യുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തൽബിയത്തിന്റെ ജീവനും ആത്മാവും രഹസ്യവും വിശദീകരിക്കുന്ന വരികളിൽ കുറിച്ചു വച്ചതായി കാണാം. യുഹല്ലൂന ബിൽ ബൈദാഇ ലബ്ബൈക റബ്ബനാ ലക്കൽ മുൽക്കു വൽ ഹംദുല്ലദീ അൻത തഅലമു, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. യുഹല്ലൂന ബിൽ ബൈദാ, ഒരു ജനങ്ങളുമില്ലാത്ത വിജനമായ മരുഭൂപ്രദേശങ്ങളിൽ വെച്ച് അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി ജനങ്ങൾക്ക് വിളംബരം ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ ഖലീലിനോട് പറഞ്ഞപ്പോൾ അന്നാരുമില്ല, അവിടെ ഒരു ജനക്കൂട്ടവുമില്ല, ഒരു ജനാരവങ്ങളുമില്ല. വിജനമായ പ്രദേശത്ത് വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളിക്കാൻ അല്ലാഹു പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസ്, ഓ ഇബ്രാഹിം
വിളിക്കുക എന്ന് പറഞ്ഞു. ആ വിളിക്കുത്തരം ചെയ്ത് ആ വിജനമായ മരുഭൂ പ്രദേശങ്ങളിൽ ജനലക്ഷങ്ങൾ മൺതടികൾക്ക് സമാനമായി അള്ളാഹുവിന്റെ മുമ്പിൽ മശാഇറുകളിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇതാ റബ്ബേ നിന്റെ വെളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത് അവർ ആ വിജനമായ സ്ഥലത്ത് മരുഭൂ പ്രദേശത്ത് തടിച്ചുകൂടി. ജനാരവങ്ങൾ ഒത്തിച്ചു ഒന്നുകൂടി. ലക്കൽ മുൽക്കു വൽഹംദുല്ലദി അൻത തഅലമു, അല്ലാഹുവേ നിനക്കു മാത്രമാണ് സർവാധികാരവും, നിനക്കു മാത്രമാണ് സർവസ്തുതിയും. അല്ലദി അൻത തഅലം, നിനക്കു മാത്രം അറിയാവുന്ന ഹംദിന്റെയും ആധിപത്യത്തിന്റെയും രഹസ്യങ്ങൾ നിനക്കു മാത്രമാണ് എന്നാണ് അവരുടെ പ്രഖ്യാപനം. ദഅാഹും ഫലബ്ബൗഹു റിളൻ വമഹബ്ബതൻ, നീ അവരെ വിളിച്ചു, നിന്റെ വിളിക്ക് അവർ ഉത്തരം ചെയ്തെത്തി. റിളൻ വമഹബ്ബതൻ, തൃപ്തിയോടെ, നിന്നോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല, നിന്നോടുള്ള സ്നേഹമല്ലാതെ അവരുടെ ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും മികച്ചു നിൽക്കുന്നില്ല. ഫലമ്മാ ദഅഉഹു കാന അഖറബ മിൻഹും, അങ്ങനെ അവർ നിന്റെ വിളിക്കുത്തരം ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നിന്റെ വിളിക്കുത്തരം ചെയ്ത് നിന്നെ വിളിച്ചുകൊണ്ട് നിന്നോട് തേടിക്കൊണ്ട് നിനക്ക് കീഴൊതുങ്ങിക്കൊണ്ടവരെത്തി. അപ്പോൾ കാന അഖറബ മിൻഹും, നീ അവരോട് ഏറ്റവും അടുത്തവനായി. യാ സുബ്ഹാനല്ലാഹ്, കാന അഖറബ മിൻഹും, നീ അവരോട് ഏറ്റവും അടുത്തവനായി. അതാണ് അറഫ സംഗമത്തിൽ ഹാജിമാരെ നോക്കി, അറഫയിൽ സംഗമിച്ചവരെ നോക്കി അള്ളാഹു അഭിമാനം കൊള്ളുമെന്ന്, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന്, അള്ളാഹു മലക്കുകളോട് അവരുടെ ശ്രേഷ്ഠതയും പോരിശയും അയവിറക്കുമെന്ന്. അള്ളാഹു അവരോട് ഏറ്റവും അടുത്തവനാകുന്നു. തറാഹും അലൽ അൻലാഇ ശുഅ്സൻ റൂസുഹും വഗുബ്രൻ വഹും ഫീഹാ അസറു അൻഅമു, നിനക്കവരെ കാണാം, ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരെ കാണാം, മെലിഞ്ഞൊട്ടിയ വാഹനപ്പുറത്ത് അവർ സഞ്ചരിക്കുന്നത് കാണാം. ക്ഷീണിച്ച് പൊടി പിടിച്ച് അവരെ മുടികൾ ജടകുത്തിയതായി കാണാം, അവരെ വസ്ത്രം മുഷിഞ്ഞതായി കാണാം. ക്ഷീണം കൊണ്ടാണെങ്കിലും ശരീരം ക്ഷയിച്ചിട്ടുണ്ടെങ്കിലും അസുഖം ബാധിക്കുമെങ്കിലും പൊടി പുരണ്ടിട്ടുണ്ടെങ്കിലും ജടകുത്തിയിട്ടുണ്ടെങ്കിലും ഫീഹാ അസറു അൻഅം, ഭൗതിക ലോകത്തെ ദുനിയാവിലെ ഏറ്റവും ആനന്ദദായകമായ, ഏറ്റവും സന്തോഷ നിർഭരമായ, ഏറ്റവും അനുഗ്രഹീതമായ രംഗങ്ങളിലാണ് അവർ. പ്രത്യക്ഷത്തിൽ ആ കാഴ്ച നിന്നെ പ്രയാസപ്പെടുത്തുമെങ്കിലും അവരകത്തളങ്ങൾ, അവരുടെ മനോമുഖരങ്ങൾ, അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ദുനിയാവിലെ ഏറ്റവും സന്തോഷത്തിൽ ആറാടുകയായിരിക്കും. അവരേറ്റവും അനുഗ്രഹത്തിന്റെ പാരമ്യതയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ തൗഹീദിന് ശിരസാവഹിച്ചവരായിരിക്കും. വഖദ് ഫാറഖുൽ ഔതാന വൽ അഹ്ല റഗ്ബതൻ വലം യസ്നിഹിം ലദ്ദാതുഹും വത്തനഉമു. അതെ, വിദൂര പ്രദേശങ്ങളിൽ നിന്ന് സ്വദേശങ്ങൾ വിട്ട് വേണ്ടപ്പെട്ടവരെ വിട്ട് അവർ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, മോഹത്തോടെ, അഭിലാഷത്തോടെ എത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? വലം യസ്നിഹിം ലദ്ദാതുഹും വത്തനഉമു, അവർക്ക് ദുനിയാവിൽ ലഭിച്ച ഭൗതിക സുഖങ്ങളും ആസ്വാദനങ്ങളും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് വേണ്ടി, അവന്റെ സ്വർഗം നേടാൻ വേണ്ടി, അവന്റെ മഗ്ഫിറത്ത് നൽകാൻ വേണ്ടി, മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി, ജനിച്ചു വീണ പാപസുരക്ഷിതനായ ഒരു കുഞ്ഞിനെ പോലെ സ്ഫുടം ചെയ്ത മുഅ്മിനീങ്ങളാകാൻ വേണ്ടി ആ പ്രതീക്ഷയിലാണ് സർവവും, സ്വത്തും വീടും നാടും സുഖങ്ങളും ഉപേക്ഷിച്ച് അവർ വന്നത്. അതൊന്നും അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. യസീറൂന മിൻ അഖ്താരിഹാ വഫിജാജിഹാ റിജാലൻ വറുക്ബാനൻ വലില്ലാഹി അസ്ലമു. അതേ, രാജ്യങ്ങൾ താണ്ടി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ദുർഘടമായ മലമ്പാതകളിലൂടെ കാൽനടയായും വാഹനപ്പുറത്തും അവരെത്തിയിരിക്കുന്നു. വലില്ലാഹി അസ്ലമു, റബ്ബേ അല്ലാഹുവേ നിനക്ക് കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി. അസ്ലമു അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അല്ലാഹുവിന് തൗഹീദിൽ സർവസ്വം സമർപ്പിച്ചുകൊണ്ട്, വലിൻഖിയാദു ലഹു ബിത്വാഅ, അല്ലാഹുവിന് അനുസരണം കൊണ്ട് വിധേയത്വം കാണിച്ചതുകൊണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അഖിലവും നെഞ്ചേറ്റാൻ സന്നദ്ധരായിക്കൊണ്ട്, വൽബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി, തൗഹീദിന്റെ സമ്പൂർണതയിൽ ശിർക്കിനോട് യാതൊരു സംയമനവും പാലിക്കാതെ ശിർക്കിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും വിടുതൽ പ്രഖ്യാപിച്ചുകൊണ്ട് തൗഹീദിൽ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിച്ചവരായി യഥാർത്ഥ മുസ്ലിമീങ്ങളായവരെത്തിയിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈകകളുടെ രഹസ്യങ്ങളും ആത്മാവും ജീവനുമെന്ന് ചുരുങ്ങിയ വാചകങ്ങളിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നമ്മെ കേൾപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുന്നവർക്കും ഹജ്ജിനെ ആഗ്രഹിക്കുന്നവർക്കും ലോകത്തെ സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇതിലെ പാഠങ്ങൾ ജീവിതത്തിലെ ദർശനമായി മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ നെഞ്ചേറ്റാൻ, അതിലായി ജീവിച്ചു മരിക്കാൻ പാഠമായി അല്ലാഹു നിശ്ചയിക്കുമാറാകട്ടെ. അവർക്കതിനുള്ള
തുറവിയും അതുപോലെ തന്നെ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله ഉസീക്കും ഇയ്യായ ഥാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, തൽബിയത്തിൻ്റെ വാചകങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേകം രഹസ്യങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അതിലൊന്നാമതായി ലബ്ബൈക എന്ന അതിലാദ്യ വാക്ക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന വാക്ക്. സർവ്വ വിളികൾക്കും ഉത്തരം ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന തൗഹീദിന്റെ കാതലായ വശം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മോട് സംസാരിക്കാത്ത, നമ്മെ കേൾക്കാത്ത, നമുക്കുത്തരം ചെയ്യാത്ത, നമുക്കൊരു ഗുണവും ദോഷവും ചെയ്യാത്ത, ആരോടും നമ്മൾ തേടാൻ പാടില്ല, അവരുടെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യാൻ പാടില്ല, നമ്മുടെ വിളിയാളങ്ങൾ അവരിലേക്ക് ഉയർത്താൻ പാടില്ല എന്ന തൗഹീദിന്റെ ബാലപാഠം, ലബ്ബൈക അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന വാക്ക് നമ്മെ അറിയിക്കുന്നു. ദുനിയാവിൽ ഭൗതിക ലോകത്ത് ആരോടെങ്കിലും ഇതാ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, അവൻ കാണില്ല, അവൻ നമുക്ക് ഉത്തരം ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമോ? സൃഷ്ടികൾക്കിടയിൽ കേൾക്കാത്ത, നമ്മെ കാണാത്ത, നമ്മെ അറിയാത്ത, നമ്മോട് സംസാരിക്കാൻ കഴിവില്ലാത്ത നിർജീവമായൊരു വസ്തുവിനോട് ചെന്നിട്ട് ഞാൻ നിനക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറയുമോ? പറയൂ നിങ്ങൾ, അത് കേവല ബുദ്ധി അംഗീകരിക്കുമോ? പിന്നെങ്ങനെയാണ് മൺമറഞ്ഞു പോയവരോടും, ആറടി മണ്ണിൽ മൺകൂനകൾക്ക് താഴെ കിടക്കുന്നവരോടും, വിഗ്രഹങ്ങളോടും, കല്ലിനോടും, വൃക്ഷങ്ങളോടും, മഖബറകളോടും, ജാറങ്ങളോടും എങ്ങനെയാണ് മനുഷ്യർക്ക് വിളിച്ചു തേടാൻ സാധിക്കുക? ലബ്ബൈക്കയുടെ ആദ്യ വാക്കിൽ തന്നെ ആ മഹത്തായ പാഠം അല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. രണ്ടാമതായി സഹോദരങ്ങളെ, തൽബിയത്തിന്റെ അർത്ഥങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞു, ഏറ്റവും സ്നേഹത്തോടെയുള്ള വിളിയാളമാണ്, അതിനുള്ള ഉത്തരമാണത്. ലബ്ബൈക എന്ന വാചകം, തൽബിയത്ത് എന്നത് ലുബ്ബിൽ നിന്നുണ്ടായതാണ്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഇംറഅത്തുൻ ലബ്ബ എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെ അതിയായി സ്നേഹിക്കുന്ന ഉമ്മ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം, മറ്റാരോടുമല്ല. അല്ലാഹുവേ ഞാൻ നിന്റെ വിളിക്കുത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന മുവാജിഹുൻ ലക ബിമാ തുഹിബ്, നീ ഇഷ്ടപ്പെടുന്നത് പോലെ, നിന്റെ ഇഷ്ടത്തിനൊത്ത്, നിന്റെ ഇഷ്ടദാസനായി, അടിമയായി ഞാനിതാ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു റബ്ബേ എന്നതാണ്. അതുകൊണ്ട് ഓരോ ഹാജിയും ഹജ്ജിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നേടുന്നത്, അവന്റെ ഇഷ്ടത്തിലാണ് കഴിയുന്നത്. ആ ഇഷ്ടത്തിലൂടെയാണ് അവൻ ഹജ്ജിന്റെ കർമ്മങ്ങൾ പുരോഗമിക്കുന്നത്. ആ ഇഷ്ടത്തിൽ നിന്ന് ജീവിതകാലം മുഴുവൻ പുറത്തു കടക്കാൻ അവൻ അനുവാദമില്ല എന്ന തത്വം അവിടെ അറിയിക്കുന്നുണ്ട്. മൂന്നാമതായി സഹോദരങ്ങളെ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന തൽബിയത്തിന്റെ വാചകം, അതിന്റെ മറ്റൊരർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞു, ഇഖാമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകൾ സദാ ജീവിതത്തിൽ പാലിക്കുക. ദവാമുൽ ഉബൂദിയ്യ, അല്ലാഹുവിനെ മരിക്കുവോളം അവനനുസരിച്ച് ജീവിക്കുക എന്ന പ്രഖ്യാപനമാണത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ അന മുഖീമുൻ അലാ ത്വാഅതി, അല്ലാഹുവേ നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ തയ്യാറാണ്, എനിക്കൊരു തടസ്സവുമില്ല, ഞാൻ റെഡിയാണ്. ആ പ്രഖ്യാപനമാണത്. ഞാനത് ചെയ്യുന്നവനാണ്, നിർവഹിക്കുന്നവനാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഹാജിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നെ അനുസരിച്ച് ജീവിക്കാൻ, സദാ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് നിന്റെ അടിമയാകാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ സന്നദ്ധനാണ് റബ്ബേ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അതാണ് അതിന്റെ മൂന്നാമത്തെ രഹസ്യം. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞാൽ നീ അല്ലാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിക്കലാണ്, അവന് മുമ്പിൽ വിനയാനിതനാകലാണ്, അവന് മുമ്പിൽ നീ കീഴൊതുങ്ങലാണ്. ദുനിയാവിൽ ഒരു പക്ഷേ നീ ഹാജിയായി അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ വിളിക്കുത്തരം ചെയ്ത് എത്തിയിരിക്കുന്നുവെങ്കിലും നീ ഒരു രാഷ്ട്രനായകനായേക്കാം, നീ ഒരു ഭരണാധികാരിയായേക്കാം, നീ നേതാവായിരിക്കാം.
നീ ഒരു രാജാവായിരിക്കാം, പക്ഷേ നിന്റെ ഭൗതിക ലോകത്തെ സ്ഥാനങ്ങളും അധികാരവും താൻ പോരിമയും അഹന്തയും പൊങ്ങച്ചവും നിന്റെ ധാർഷ്ട്യവും നിന്റെ ആത്മപ്രശംസയുമെല്ലാം തച്ചു തകർക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിക്കുന്ന, അവന്റെ അടിമയായി വിനയാന്വിതനാകുന്ന, നീയായി മാറുന്ന, അള്ളാഹുവിന്റെ അടിമയായി മാറുന്ന യഥാർത്ഥ രംഗമാണത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ അതിന്റെ തുറന്ന സമ്മതമാണ്. അഞ്ചാമതായി പറയാം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിൽ ഇഖ്ലാസ് ആണുള്ളത്, തൗഹീദ് മാത്രമാണുള്ളത്. ലബ്ബൈക് അല്ലാഹുമ്മ, അല്ലാഹുവേ നിനക്കും മാത്രം, ലബ്ബൈക് നിന്റെ വിളിക്കും മാത്രം ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നീ മാത്രം. അൻത വഹ്ദ ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, സ്തുതികളും അനുഗ്രഹങ്ങളും അധികാരവും ആധിപത്യവും നിനക്കു മാത്രം. ഞാനത് സമ്മതിക്കുന്നു, നിനക്കു മാത്രം മാത്രം മാത്രം. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അൻത വഹ്ദ. അതുകൊണ്ട് തൗഹീദ് മാത്രം, ഇഖ്ലാസ് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരം മാത്രമാണ് തൽബിയത്തിന്റെ മന്ത്രധ്വനികളിലുള്ളത്. സഹോദരങ്ങളെ, ആറാമതായി ഞാൻ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മുടെ ദുആക്ക്, വിളികൾക്ക്, തേട്ടങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ കണ്ണുനീരിന്, നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്ക് ശമനം നൽകാൻ, പരിഹാരം നൽകാൻ, വിടുതൽ നൽകാൻ, തുറവി നൽകാൻ അവൻ മാത്രമാണ് കഴിവുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കേൾക്കുന്നവനാണ്. സമീഉൻ ഖരീബ്, അവൻ നമ്മുടെ സമീപസ്ഥനാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ നിനക്ക്, കൺമുമ്പിലുള്ള ഒരാളെ അഭിസംബോധന ചെയ്യുന്ന കാഫുൽ ഖിതാബ്, അഭിസംബോധനയുടെ പ്രയോഗമാണ് ലമീറാണ് അതിലുള്ളത്. നിനക്ക്, നിന്നോട്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. മുമ്പിലുള്ള ഒരാളുമായി സംവദിക്കുന്നത് പോലെ, അല്ലാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാനിന്റെ, ഉബൂദിയത്തിന്റെ ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്നു ഹാജി തക്ബീറിന്റെ, തൽബിയത്തിന്റെ മന്ത്രധ്വനികളിലൂടെ. അല്ലാഹുവേ, നിന്നെ കാണുന്നത് പോലെ നിന്നോട് ഞാൻ തേടുന്നു, നിനക്ക് ഇബാദത്തുകൾ ചെയ്യുന്നു. നീ എന്നെ കാണുന്നു, ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും മുൻപിലുള്ള ഒരാളോട്, ഏറ്റവും അടുത്ത സമീപത്തുള്ള ഒരാളോട് സംവദിക്കുന്നത് പോലെ തൽബിയത്തിന്റെ വാചകങ്ങളിലെ പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അല്ലാഹു ഏറ്റവും അടുത്തവനാണ്, നമുക്ക് സമീപസ്ഥനാണ്, അവൻ നമ്മുടെ കാര്യങ്ങൾക്ക് മതിയായവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു അവന്റെ അടിമ പോരെ, അല്ലാഹുവിന്റെ അടിമക്ക് അവൻ പോരെ, അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു മതിയായവനല്ലേ എന്ന് അല്ലാഹു ചോദിച്ചതുപോലെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സാമീപ്യം, അവന്റെ അടുപ്പം തൽബിയത്തിന്റെ വാചകങ്ങൾ നമ്മിലേക്ക് അറിയിക്കുന്നു. തൽബിയത്ത് നമ്മൾ ഉരുവിടുന്ന രംഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹജ്ജിന്റെ വേളകൾ ഹജ്ജ് ചെയ്തവർക്ക് കൂടുതൽ ബോധ്യപ്പെടും. നിസ്കാരത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം വീട്ടുന്നത് വരെ നിസ്കാരത്തിന്റെ ഓരോ റുക്നുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. തക്ബീറത്തുൽ ഇന്തിഖാൽ അല്ലേ, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നമ്മൾ നിൽക്കുന്നു. റുകൂഇലേക്ക് പോകുമ്പോൾ തക്ബീർ, സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ, അതിനിടയിൽ ഇരിക്കുമ്പോൾ തക്ബീർ, ഉയരുമ്പോൾ തക്ബീർ, സലാം വീട്ടുന്നത് വരെ നിസ്കാരത്തിന്റെ ഓരോ അംഗചലനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് തക്ബീർ കൊണ്ടാണ്. അതുപോലെ ഹജ്ജിന്റെ ഓരോ രംഗങ്ങളിലും തവാഫ് ചെയ്യുന്നത് വരെ തക്ബീർ, തവാഫ് ചെയ്താൽ തക്ബീർ ഇല്ല, പിന്നെ അടുത്ത റുക്നിലേക്ക് പ്രവേശിക്കുന്നത് വരെ, ഇങ്ങനെ ഓരോ റുക്നിലും പ്രവേശിക്കുന്നത് അതിനിടയിൽ നമ്മൾ തൽബിയത്ത് കൊണ്ട് മുഖരിതമാക്കണം. ആ റുക്നിൽ പ്രവേശിച്ചാൽ പിന്നെ തൽബിയത്തില്ല. ഇങ്ങനെ അവസാനം ജംറകളിൽ എറിയുന്നത് വരെ തൽബിയത്ത് നിർവഹിക്കുന്നു. ഹദിയ കൊണ്ട്, അതല്ലെങ്കിൽ പിന്നെ തലമുണ്ടനം ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തഹല്ലുലാകുന്നു. അതുവരെയും തൽബിയത്ത് അതിനിടയിൽ. അതുകൊണ്ട് തൽബിയത്ത് എന്നത് ഇബാദത്തുകളിൽ നിന്ന് ഇബാദത്തുകളിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാനുള്ള, ഇബാദത്തുകളുടെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള സ്ഫുടം ചെയ്യലാണ്, സംസ്കരണമാണ്. ഇങ്ങനെ സഹോദരങ്ങളെ എണ്ണി പറയുകയാണെങ്കിൽ അനേകം 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 പാഠങ്ങൾ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കാൻ ഗ്രന്ഥങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൽബിയത്തിന്റെ, തക്ബീറിന്റെ, തൗഹീദിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, ഇഖ്ലാസിന്റെ, ഇത്തിബാഇന്റെ, ത്വാഅത്തിന്റെ, അല്ലാഹുവിലേക്കുള്ള ഉബൂദിയത്തിന്റെ, ഇസ്ലാമിന്റെ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, ഇബ്രാഹിം മില്ലത്തിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ സർവ്വ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا.
اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.